ആരോഗ്യ മേഖലയിൽ ഏറെ വളർന്നിട്ടും ആരോഗ്യ നിലവാരത്തിൽ പിന്നോക്കം നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ പരമ്പരാഗത ആരോഗ്യ അറിവുകൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താത്തതാണെന്ന് ബിഷപ്പ് എമരറ്റ്സ് മാർ തോമസ് ചക്യത്ത് അഭിപ്രായപ്പെട്ടു. കർക്കിടക മാസത്തിൽ തീർച്ചയായിട്ടും മരുന്ന് കഞ്ഞി, കൂട്ടത്തിൽ കുറച്ച് ഇറച്ചിയൊക്കെ മരുന്ന് ചേർത്ത് കഴിക്കുന്ന സമ്പ്രദായം അത് ഞങ്ങൾ മക്കൾക്ക് മാത്രമല്ല, ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അന്ന് കുറേ പാടശേഖരങ്ങളുണ്ടായിരുന്നു. കുറേയേറെ കാളകൾ പാടത്തുഴുകുന്നതിന് വേണ്ടി അവയ്ക്കെല്ലാം കർക്കിടക മാസത്തിൽ പ്രത്യേകമായി മരുന്ന് കഞ്ഞി കൊടുക്കും. ആ കാഴ്ച കണ്ട ഓർമ്മ എനിക്കുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്ന വേറൊരു കാര്യം, ബൈബിളിലെ പ്രഭാഷകന്റെ ഗ്രന്ഥം 16-ാം അധ്യായത്തിലെ ഒരു പരാമർശം. ബൈബിൾ ഗ്രന്ഥകാരൻ പറയുന്ന ഒരു കാര്യം, മക്കളെ, നിങ്ങൾ ഈ പ്രകൃതിയെ വീക്ഷിക്കുക. പ്രകൃതിയിൽ വളരെയേറെ ജീവജാലങ്ങളുണ്ട്. ഓരോ ജീവിവർഗത്തിനും അതിൻ്റെതായ കർമ്മരംഗം കൃത്യമായിട്ട് ഈശ്വരൻ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത സ്ഥാപനമായ സഹൃദയ നൈവേദ്യ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ മാസാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന തലമുറകളിലേക്കും പാരമ്പര്യ ആരോഗ്യ അറിവുകൾ പകരാൻ നാം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KVP ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കൊച്ചി FM സ്റ്റേഷൻ ഡയറക്ടർ TP രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ചുറ്റുമുള്ള ജീവജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം സംരക്ഷിക്കുമ്പോഴാണ് നമ്മുടെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കപ്പെടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഹൃദയ നൈവേദ്യ ആശുപത്രി പുറത്തിറക്കുന്ന ഔഷധക്കഞ്ഞി, ഹെർബൽ ഷാംപൂ എന്നിവയുടെ വിതരണ ഉദ്ഘാടനം ബിഷപ്പ് തോമസ് ചക്യത്ത് നിർവഹിച്ചു. സഹൃദയ ഡയറക്ടർ ഫാദർ ജോസഫ് കൊളുത്തുവള്ളിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനയംപള്ളി, ഫാദർ ജോസഫ് കൊടിയൻ, ഡോക്ടർ സിസ്റ്റർ ആൻജോ, ഡോക്ടർ C അനകൻ, പാപ്പച്ചൻ തെക്കേക്കര എന്നിവർ സംസാരിച്ചു. സിറ്റി വോയ്സ്, കൊച്ചി.